ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 6th ചാപ്റ്ററാണ് റൂട്ട് സിസ്റ്റം. 6ാമത്തെ ചാപ്റ്ററാണ് റൂട്ട് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം റൂട്ട് എന്താണ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വിത്ത് മുളച്ചുണ്ടാകുമ്പോൾ ഫസ്റ്റ് 2 പാർട്ടാണ് അതിൽ നിന്ന് ഉണ്ടായി വരുന്നത്. ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ ഫസ്റ്റ് എന്താണ്, 2 പാർട്ടാണ് അതിൽ നിന്ന് ഉണ്ടായി വരുന്നത്. ആദ്യം വരുന്ന പാർട്ടാണ് റാഡിക്കിൾ. ഫസ്റ്റ് വരുന്ന പാർട്ടിനെയാണെന്ന് പറയുക റാഡിക്കിൾ. അതാണ് റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക. താഴേക്കാണ് അത് വരുന്നത്. ഇനി ആ വിത്തിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടാവുന്ന നെക്സ്റ്റ് പാർട്ടിന് പറയുന്ന പേരാണ് പ്ലിമ്യൂൾ. അതാണ് പിന്നീട് ഷൂട്ടായിട്ട് തണ്ടായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന പാർട്ടാണ് ഇത് റാഡിക്കിൾ. അതിൽ നിന്നാണ് റൂട്ട് ഉണ്ടായി വരുന്നത്. മെയിൻലി 2 ടൈപ്സ് റൂട്ടാണ് ഉണ്ടാവുക. ഒന്ന് ടാപ്പ് റൂട്ടും 2 ഫൈബറസ് റൂട്ടും. ഒന്നെന്താണ് ടാപ്പ് റൂട്ടും 2 ഫൈബറസ് റൂട്ടും. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ റാഡിക്കിൾ ഉണ്ടല്ലോ, ഈ റാഡിക്കിൾ വളർന്നു വന്ന് ആ റാഡിക്കിൾ ആ മെയിൻ ബ്രാഞ്ചായിട്ട് വരികയും റാഡിക്കിളിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഓഫ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള റൂട്ട് സിസ്റ്റത്തിനെയാണ് എന്ത് പറയുക, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മാങ്ങ, മാവ്, ചക്ക, പ്ലാവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് അത്, അതുപോലെ ആൽമരം, പിന്നെന്താണ് ആര്യവേപ്പ്, അങ്ങനെയുള്ള വലിയ വലിയ മരങ്ങളിലും ഒക്കെ എന്താണ് ഇതുപോലുള്ള ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് കാണുന്നത്. ഇനി ഫൈബറസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഡിക്കിള് അതുപോലെ പ്ലിമ്യൂൾ രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ചെറിയ ചെറിയ റൂട്ടുകൾ എന്ത് ചെയ്യാണ്, മണ്ണിലേക്ക് വളരുകയാണ്. ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുക, ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫൈബറസ് റൂട്ട്. അപ്പോൾ ഫൈബറസ് റൂട്ട് എന്ന് പറയുമ്പോൾ ഈ പ്ലിമ്യൂളും റാഡിക്കിളും ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ചെറിയ ചെറിയ നാര് പോലുള്ള റൂട്ടുകൾ എന്ത് ചെയ്യാണ്, താഴേക്ക് വളരുകയാണ്. ഇതിനെയാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ ഗ്രാസുകൾ, പുൽവർഗ്ഗങ്ങളിൽ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ എന്താണ് കാണുന്നത്, ഫൈബറസ് റൂട്ട്. തെങ്ങ്, അതിലൊക്കെ എന്താണ് ഫൈബറസ് റൂട്ട് സിസ്റ്റമാണ് കാണുന്നത്. ഇനി ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ. ടാപ്പ് റൂട്ട് എങ്ങനെയൊക്കെയാണ് പല രീതിയിൽ കാണുന്നത്, മോഡിഫൈ ചെയ്ത് കാണുന്നത്. ഒന്ന് കോണിക്കൽ. നമ്മൾ ക്യാരറ്റിലൊക്കെ കാണുന്നത് പോലെ എന്താണ് കോൺ ഷേപ്പിൽ ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഒന്ന് ഫ്യൂസിഫോം. റാഡിഷിലൊക്കെ കാണുന്ന പോലെ എന്താണ് ഇങ്ങനെ തടിച്ച് വരുന്നതാണ്, പക്ഷെ എന്നാൽ ക്യാരറ്റ് പോലത്തെ ഒരു കോണിക്കൽ ഷേപ്പും അല്ല. നാപ്പിഫോം. അടുത്തെന്താണ് നാപ്പിഫോം. ബീട്രൂട്ടിലൊക്കെ കാണുന്ന പോലെ എന്താണ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അത് താഴേന്ന് വരുന്നുണ്ടാവും അല്ലേ, വേരുകളൊക്കെ. ഇതൊക്കെ എന്താണ് ടാപ്പ് റൂട്ടിൻ്റെ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ആണ്. പിന്നെയുള്ളത് ട്യൂബറസ്. ട്യൂബറസ് എന്ന് പറയുമ്പോൾ ഈ 4 മണിച്ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ താഴത്തെ വേരുകൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ധാരാളം ട്യൂബേഴ്സ് പോലെ കാണപ്പെടും. അതൊക്കെ എന്താണ് ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ്. കോണിക്കൽ. അപ്പോൾ ഏതാണ് മോഡിഫിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിളും നോക്കിയിരുന്നാൽ മതി. ഒന്ന് കോണിക്കലാണ്, അത് ക്യാരറ്റിലാണ് കാണുന്നത്. ഫ്യൂസിഫോം റാഡിഷിൽ കാണുന്നത്. നാപ്പിഫോം ബീട്രൂട്ടിൽ. ട്യൂബറസ് 4 o'clock പ്ലാന്റിൽ. ഇതൊക്കെയാണ് ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പലതരം റൂട്ടുകളാണ്. ഇതൊന്നല്ലാത്ത വേറെ തരത്തിൽ വരുന്ന കുറേ റൂട്ടുകൾ. അതിലൊന്നാണ് അസിമിലേറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. അസിമിലേറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ ടീനോസ്പോറ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ടീനോസ്പോറ എന്ന് പറയുന്ന ചെടിയിൽ സാധാരണ വേരുകൾ എന്ത് ചെയ്യാറില്ല, ഫോട്ടോസിന്തസിസ് ചെയ്യാറില്ല, പ്രകാശസംശ്ലേഷണം ചെയ്യാറില്ല. പക്ഷെ ടീനോസ്പോറ എന്ത് ചെയ്യും, പ്രകാശ സംശ്ലേഷണം ചെയ്യും. കാരണം എന്താണ്, ആ വേരിൽ എന്തുണ്ടാവും, ക്ലോറോഫില്ലിൻ്റെ കണ്ടന്റ് ഉണ്ട്. അവരവരുടെ വേരുകൾ സൂര്യപ്രകാശത്തിലേക്ക് നീട്ടിയിട്ട് അതിന് ഫോട്ടോസിന്തസിന് വേണ്ട സാധനങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ആ വേരുകളിൽ നടത്തും ഫോട്ടോസിന്തസിസ് നടത്തും. ഇതിനെയാണ് അസിമിലേറ്ററി മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് നടക്കുന്നത്, ടീനോസ്പോറ എന്ന് പറയുന്ന പ്ലാന്റിലാണ്. എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ വേരുകൾക്ക് എന്തുണ്ടാവും, ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് ചെയ്യും. ഇതിനെയാണ് അസിമിലേറ്ററി മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹോസ്റ്റോറിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്റ്റ്, പാരസൈറ്റ് അങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തിൽക്കണ്ണി, നമ്മൾ കാണുന്ന ഇത്തിൽക്കണ്ണി ഉണ്ട്. ഈ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുക,
ഇത്തിൽക്കണ്ണി ഒരു മാവിൽ കയറി ഇരുന്നിട്ട് മാവിൽ നിന്ന് ഇത്തിൽക്കണ്ണി ഇരിക്കണ കൊമ്പ് കാലക്രമേണ എന്താണ് ഉണങ്ങിപ്പോവും അല്ലേ. ഉണങ്ങിപ്പോവുക എന്ന് പറയണത് ഇത്തിൽക്കണ്ണി അതിന് ഫോട്ടോസിന്തസിസ് ഒന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട്, ഇതിൻ്റെ വേരുകൾ താഴത്തേക്ക് ആഴ്ന്നിറക്കിയിട്ട് അവരെന്ത് ചെയ്യും? അതിൻ്റെ സാധനങ്ങളൊക്കെ അവർ വലിച്ചെടുക്കും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഫ്ലോയത്തിലേക്കാണിത് ഇറക്കുന്നത്. ഫ്ലോയത്തിലേക്ക് ഇറക്കിയിട്ട് വേണ്ട സാധനങ്ങൾക്ക് വലിച്ചെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ ഹോസ്റ്റ് അതിനുള്ള പ്രത്യേക വേരുകൾ, മാവിലേക്ക് ആഴ്ന്നിറക്കാനുള്ള പ്രത്യേക വേരുകളെയാണ് എന്ത് പറയുന്നത്? ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. ഇനി വേറെ 2 ടൈപ്പ് റൂട്ടാണ്, പ്രോപ്പ് റൂട്ടും സ്റ്റിൽട്ട് റൂട്ടും. പ്രോപ്പ് റൂട്ടും. പ്രോപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽമരം കണ്ടിട്ടുണ്ടാവും. ആൽമരത്തിൽ ഇങ്ങനെ കുറേ വേരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അവരുടെ ചില്ലകൾക്ക് ഒരു സപ്പോർട്ടാണ്. ആൽമരം ഇങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ അവരുടെ ചില്ലകൾക്കുള്ള സപ്പോർട്ടാണ് ആ റൂട്ടുകൾ കൊടുക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന റൂട്ടുകളാണ് എന്ത്? പ്രോപ്പ് റൂട്ട്. എക്സാമ്പിൾ വരുന്നത് ബനിയൻ ട്രീയിൽ, ആൽമരത്തിൽ. ഇനി സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കരിമ്പ് കണ്ടിട്ടുണ്ടാവും. കരിമ്പിൻ്റെ ഇങ്ങനെ ഓരോ കഷ്ണത്തിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ വേരുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വേരുകൾ, കരിമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒറ്റ മരമായിട്ട് ഒരൊറ്റ തടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് ബാലൻസ് ചെയ്ത് പോകണം. ഇങ്ങനെയുള്ള സ്റ്റിൽട്ട് റൂട്ടുകളും കൂടെ എന്ത് ചെയ്യും? താഴത്തേക്ക് ഇറങ്ങിയിട്ട് കരിമ്പിന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു നിർത്തും. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റിൽട്ട് റൂട്ട്. അപ്പോൾ എക്സാമ്പിളുകൾ നോക്കി വയ്ക്കുക, എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. പ്രോപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചസിന് സപ്പോർട്ട് കൊടുക്കുന്ന റൂട്ടുകൾ. ഇനി വേറൊരു സാധനമാണെന്ത്? ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടൽ ചെടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ കണ്ടൽ ചെടികളിലൊക്കെ എന്താണ്? അവരുടെ വേരുകൾ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാവും വേര്. എന്നിട്ട് ആ വേര് ഇങ്ങനെ പിന്നെയും മണ്ണടിയിൽ കൂടെ വന്നിങ്ങനെ പൊന്തി നിൽക്കും. ആ പൊന്തി നിൽക്കുന്ന വേരിൻ്റെ ടിപ്പിലാണ് ആ വേരുകളാണ് ന്യൂമാറ്റോഫോർ എന്ന് പറയുക. ആ ടിപ്പിൽ കൂടെ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ഇങ്ങനെയുള്ള റൂട്ടുകളെയാണ് എന്ത് പറയുന്നത്? ന്യൂമാറ്റോഫോറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റൂട്ടിൻ്റെ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സും ഒക്കെ വരുന്നത്. നമുക്ക് നോക്കാനുള്ളത് റൂട്ടിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ, ഇതിനിങ്ങനെ നെടുകെ ഇങ്ങനെ ഛേദിക്കുമ്പോൾ കിട്ടുന്ന സെക്ഷനാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക. ആ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റണേന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡൈക്കോട്ട് റൂട്ടാണ്. ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്ന റൂട്ടിനെയാണ് എന്ത് പറയുക? ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയാം. ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്ന റൂട്ടുകൾ. അപ്പോൾ ആ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്ന ഡൈക്കോട്ട് റൂട്ടുകളുടെ പ്രൈമറി സ്ട്രക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൈമറി സ്ട്രക്ചർ എടുത്ത് പറയാനുള്ള കാരണം, ഇത് വളരുന്നതിനനുസരിച്ച് അതിനെന്താണ്? സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ കാതലുള്ള മരങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ കാതൽ വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. അപ്പോൾ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് വരും, അത് വേറെയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് നോക്കണം? ആദ്യം പ്രൈമറി സ്ട്രക്ചേഴ്സ് നോക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൃത്യമായിട്ട് ഓരോന്ന് എവിടെയാണെന്ന് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ടെക്സ്റ്റിൽ പിക്ചർ ഉണ്ട്, ജസ്റ്റ് നോക്കാം. അപ്പോൾ ഏറ്റവും പുറമേ, ആ ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് എപ്പിബ്ലെമ. അതിൽ ധാരാളം റൂട്ട് ഹെയർസ് കാണപ്പെടുന്നുണ്ട്. ഇനി എപ്പിബ്ലെമയ്ക്ക് ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുക. കോർട്ടെക്സ് ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് ഒരൊറ്റ ലെയർ ഓഫ് സെൽസ് ആണ് എപ്പിബ്ലെമ. അതിൽ റൂട്ട് ഹെയർസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുക. ഈ കോർട്ടെക്സ് ഒറ്റ ലെയർ അല്ല, മൾട്ടി ലെയേർഡാണ്. ഒരുപാട് ലെയർ സെല്ല് കാണപ്പെടുന്ന ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ കോർട്ടെക്സൽ സെല്ലുകൾക്കിടയിൽ ഇപ്പോൾ സ്പേസുകളും കാണപ്പെടാം, എയർ സ്പേസുകളും കാണപ്പെടാം. ഇനി കോർട്ടെക്സിൻ്റെ ഉള്ളിലാണ് എൻഡോഡെർമിസ്. കോർട്ടെക്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇൻ്റർമോസ്റ്റ് ലെയറിനെയാണ് എന്ന് പറയുക. കോർട്ടെക്സിൻ്റെ ഇൻ്റർമോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഇനി എൻഡോഡെർമിസിന് ഉള്ളിൽ കാണപ്പെടുന്ന ഒറ്റ ലെയർ ഓഫ് സെൽസിനെയാണ് പെരിസൈക്കിൾ എന്ന് പറയുക. പെരിസൈക്കിൾ. ഇനി പെരിസൈക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത്. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് സൈലവും ഫ്ലോയവും. സൈലവും ഫ്ലോയത്തിനെയാണ് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുക. അപ്പോൾ സൈലവും ഫ്ലോയും എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈലവും ഫ്ലോയും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം എന്ന് പറഞ്ഞിട്ട് സൈലം ഫ്ലോയം എങ്ങനെയാണ് കാണപ്പെടുന്നത്?
ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതാണ് ഇനി പിത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടിലാണ് കാണപ്പെടുക. ആ വാസ്കുലർ ബണ്ടിൽസിൻ്റെ ആ സെൻറ്റർ പോർഷൻ, വാസ്കുലർ ബണ്ടിൽസ് കാണപ്പെടുന്ന ആ സെൻറ്റർ പോർഷൻസിനെയാണ് എന്ത് പറയുക, പിത്ത് എന്ന് പറയുക. പിത്ത് എന്ന് പറയുന്നത് ലാർജ് ആവാം, സ്മോൾ ആവാം, ചെറിയ സ്പേസ് ആവാം, അല്ലെങ്കിൽ വലിയ സ്പേസ് ആയിട്ട് കാണപ്പെടാം. ഇനി കൺജക്റ്റീവ് പാരൻകൈമ എന്ന് പറയുന്നത് സൈലത്തിനെ ഫ്ലോയത്തിനെ കണക്ട് ചെയ്യുന്ന പാരൻകൈമ സെൽസ് ആണ് കൺജക്റ്റീവ് പാരൻകൈമ. അപ്പോൾ ഒന്നുകൂടി പറയാം, സിമ്പിൾ നമ്മൾ ആലോചിച്ചിരിക്കുക. ടെക്സ്റ്റിലെ പിക്ചേഴ്സ് ഒന്നും നോക്കാം. ഡൈക്കോട്ട് റൂട്ടിൻ്റെ പ്രൈമറി സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും പുറത്ത് എന്തുണ്ട്, എപ്പിബ്ലമ. എപ്പിബ്ലമയിൽ എന്തുണ്ട്, അല്ല നമ്മുടെ റൂട്ട് ഹെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. എപ്പിബ്ലമയ്ക്ക് ഉള്ളിൽ ഇന്നറായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കോർട്ടെക്സ്. എപ്പിബ്ലമ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ലെയേർഡ് സെൽസ് ആണ്. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിനെയാണ് എന്ന് പറയുക എൻഡോഡെർമിസ്. എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ ലെയർ സെല്ലാണ് പെരിസൈക്കിൾ. പെരിസൈക്കിളിൻ്റെ ഉള്ളിലാണ് വാസ്കുലാർ ബണ്ടിൽസ് കാണുക. വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ് കാണുന്നത്, റൗണ്ടിലാണ് കാണപ്പെടുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, പിന്നെ ഈ സൈലം, അങ്ങനെ റൗണ്ടിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സെൻട്രൽ പോർഷനെയാണ് എന്ന് പറയുക പിത്ത്, PITH, പിത്ത് എന്ന് പറയുന്നത്. പിത്ത് വലുതും ചെറുതൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. സൈലത്തിനും ഫ്ലോയത്തിനും കണക്ട് ചെയ്യുന്ന പാരൻകൈമ സെൽസാണ് കൺജക്റ്റീവ് പാരൻകൈമ. ഏതൊക്കെ ഭാഗങ്ങളാണ് എന്താണെന്ന് മാത്രം ഓർത്തിരിക്കുക. പിക്ചർ ഒന്ന് നോക്കുക. നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് റൂട്ടാണ്. മോണോകോട്ടിൽ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രക്ചർ പഠിച്ചാൽ മതി. അപ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേയുള്ള ഭാഗം എപ്പിബ്ലമയാണ്. എപ്പിബ്ലമയ്ക്ക് ഉള്ളിൽ എന്തുണ്ട്, കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് മൾട്ടി ലെയേർഡ് ആണ്. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിനുള്ളിൽ സിംഗിൾ ലെയർ ഓഫ് സെല്ല് എന്താണ്, പെരിസൈക്കിൾ, നേരത്തെ പോലെ തന്നെ. പിന്നെ വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് ആണ്. അതേപോലെ തന്നെ എന്തുണ്ട്, അവർ ഓൾട്ടർനേറ്റ്സ് ആണ്. അതേപോലെ തന്നെ ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. ഡൈക്കോട്ടിൽ എന്ന് പറയുന്നത് 2, 4, 6 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ മോണോകോട്ടിൽ എന്താണ്, ധാരാളം വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടും. പിത്തിൻ്റെ പിന്നെ നെക്സ്റ്റ് വരുന്നത് പിത്ത്. പിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോണോകോട്ടിൽ ലാർജ് പിത്തായിരിക്കും. ഡൈക്കോട്ടിൽ പിത്ത് എന്ന് പറയുന്നത് അതിന് സൈസിൽ വ്യത്യാസപ്പെടും. ചിലപ്പോൾ എന്താണ്, പിത്ത് ഉണ്ടാവേയില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്കോട്ടിൽ പിത്ത് സ്മോളാണ്, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മോളാണ്, അല്ലെങ്കിൽ പിത്ത് ഉണ്ടാവില്ല, ആബ്സെൻ്റ് ആണ്. പക്ഷെ മോണോകോട്ടിൽ എന്താണ്, ലാർജ് പിത്താണ്. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, നമ്മുടെ മോണോകോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഡൈക്കോട്ടിൻ്റെയും മോണോകോട്ടിൻ്റെയും ഡിഫറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, എന്താണ്, ഡൈക്കോട്ടിൽ വാസ്കുലാർ ബണ്ടിൽസ് ലിമിറ്റഡ് ആണ്, കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2, 6 ഒക്കെ ഉണ്ടാവുള്ളൂ. മോണോകോട്ടിൽ എന്താണ്, ന്യൂമറസ് അല്ലെങ്കിൽ മെനി വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ഇനി ഡൈക്കോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്, മോണോകോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. ഡൈക്കോട്ടിൻ്റെ പിത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാവില്ല. ഇനി മോണോകോട്ടിലാണെങ്കിലോ ലാർജ് പിത്താണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആയിട്ട് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കാം. ഇതാണ് നമുക്ക് റൂട്ടിൻ്റെ സ്ട്രക്ചറിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡറി ഗ്രോത്ത് ആണ്. സെക്കൻഡറി ഗ്രോത്ത് എവിടെയാണ് നടക്കുക, ഡൈക്കോട്ട് റൂട്ടിൽ മാത്രമാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈലോം ഫ്ലോയും പറഞ്ഞു അല്ലേ. സൈലോം ഫ്ലോയും ഡൈക്കോട്ടിൽ എങ്ങനെയാണ്, ബണ്ടിലായിട്ടാണ് കാണപ്പെടുക, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമ്പിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. കാമ്പിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഡൈക്കോട്ടിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, അവിടെ മാത്രമാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാട്ടാ. സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ടിൽ മാത്രം ഉള്ളത് കൊണ്ടാണ് കാമ്പിയം ഡൈക്കോട്ടിൽ മാത്രം കാണപ്പെടുന്നത്. അപ്പോൾ സൈലം എന്ന് പറയുന്നത് ബണ്ടിലായിട്ടാണ് കാണപ്പെടുക. വലിയ വലിയ സൈലം സെല്ലുകൾ സെൻറ്ററിലേക്കും ചെറിയ ചെറിയ സൈലം ബണ്ടിലുകൾ സെൻറ്ററിൽ നിന്ന് പുറത്തേക്കായിട്ടാണ്, ഔട്ട്വേർഡായിട്ടാണ് സൈലം ഇങ്ങനെ കാണപ്പെടുന്നത്. വലിയ വലിയ സൈലം സെല്ലുകൾ സെൻറ്ററിലേക്കും
അതിനെയാണ് നമ്മൾ മെറ്റാസൈലം എന്ന് പറയുന്നത്. സെൻറ്ററിലേക്ക് പോയിൻ്റ് ചെയ്യണ സൈലത്തിനെയാണ് മെറ്റാസൈലം എന്ന് പറയുന്നത്. വലിയ വലിയ സെല്ലുകളാണ്. ഇനി പുറത്തേക്ക് ചെയ്യുന്ന സെല്ലുകളാണ് പ്രോട്ടോസൈലം എന്ന് പറയുക. ഈ പ്രോട്ടോസൈലത്തിന് പുറത്താണ് ആദ്യം കാമ്പിയം ഫോം ചെയ്യുക. അപ്പോൾ ഇത് റൗണ്ടഡ് ആണല്ലോ. റൗണ്ടഡ് ആകുമ്പോൾ എല്ലാ പ്രോട്ടോസൈലത്തിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യും? ഒരു റിങ് ഫോം ചെയ്യും. ആ റിങ്ങിനെയാണ് കാമ്പിയം എന്ന് പറയാം. അതേപോലെ തന്നെ വേറൊരു റിങ് എവിടെ ഫോം ചെയ്യും? ഫ്ലോയം പറഞ്ഞില്ലേ, ഫ്ലോയത്തിന് ഉള്ളിലായിട്ട് ഇന്നർ ടു ഫ്ലോയം എന്താണ്? വേറൊരു റിങ് ഫോം ചെയ്യും. ഫസ്റ്റ് അതിങ്ങനെ ഒരു വേവി സ്ട്രക്ചർ ആയിരിക്കും. പിന്നീട് അതെന്ത് ചെയ്യും? കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരും. ഈ രണ്ട് കാമ്പിയങ്ങളും ഒന്നായിട്ട് മാറും. ഒന്നായിട്ട് മാറിയിട്ട് വേവി ഷേപ്പാണ് ആദ്യം വരിക. പിന്നീട് അതെന്തായിട്ട് മാറും? റൗണ്ട് ഷേപ്പിലായിട്ട് വരും. എന്നിട്ട് ഈ കാമ്പിയത്തിന് അകത്തേക്ക് സെൻറ്ററിലേക്ക് സൈലം, വീണ്ടും സൈലം, സെക്കൻഡറി സൈലം ഫോം ചെയ്യും. കാമ്പിയത്തിന് പുറത്തേക്ക്, അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് എന്ത് ഫോം ചെയ്യും? ഫ്ലോയം ഫോം ചെയ്യും. ഫസ്റ്റ് സൈലം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് സൈലം ഫ്ലോയം കാണപ്പെടുക. ഇതുപോലെയുള്ള ഒരുപാട് ബണ്ടിലുകൾ, ഇപ്പോൾ 4 എണ്ണം നോക്കി 4 ബണ്ടിലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിനിടയിൽ ഫ്ലോയം ഉണ്ടായിരിക്കും. അപ്പോൾ സെൻറ്ററിലേക്ക് പോയിന്റ് ചെയ്യുന്ന വലിയ വലിയ സൈലം സെല്ലുകളാണ് മെറ്റാസൈലം. പുറത്തേക്ക് പോയിന്റ് ചെയ്യുന്ന സെല്ലുകളെയാണ് എന്ത് പറയുക? പ്രോട്ടോസൈലം എന്ന് പറയാം. അപ്പോൾ ആദ്യം പ്രോട്ടോസൈലത്തിന് പുറത്ത് കാമ്പിയം ഫോം ചെയ്യും. അതിന് ശേഷം എന്താണ്? ഈ പ്രൈമറി ഫ്ലോയത്തിന് അകത്തായിട്ടും ഒരു കാമ്പിയം ഫോം ചെയ്യും. പിന്നീട് പതുക്കെ ഈ 2 കാമ്പിയങ്ങൾ ഒന്നാവും. ഫസ്റ്റ് ഇങ്ങനെ വേവി ആയിട്ട് വരും. പിന്നീട് അത് റൗണ്ട് ഷേപ്പായിട്ട് മാറും. എന്നിട്ട് ഈ കാമ്പിയത്തിന് അകത്തേക്ക് സൈലവും കാമ്പിയത്തിന് പുറത്തേക്ക് ഫ്ലോയവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ രണ്ടാമത് ഫോം ചെയ്ത സൈലമാണ് സെക്കൻഡറി സൈലം. പിന്നെ ഫോം ചെയ്ത സൈലമാണ് ഫ്ലോയമാണ് സെക്കൻഡറി ഫ്ലോയം. ഇങ്ങനെയാണ് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ടാണ് കാതൽ ഉണ്ടാവുള്ള മരങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാതൽ അവിടെ ഉണ്ടാവുന്നത്. ഇതാണ് നമുക്ക് റൂട്ട് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് പിക്ചർ ഒന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. വരയ്ക്കാനൊന്നും ചോദിക്കില്ല, പക്ഷെ പിക്ചർ നോക്കിയിട്ട് സ്ട്രക്ചർ ഒന്ന് പഠിക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് നോക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കി. ചില ടേംസ് നമുക്ക് കിട്ടില്ല, അപ്പോൾ പിന്നെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. താങ്ക് യു.